എല്ലാവർക്കും മെഡിക്കയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ചീസ് കേക്കാണ്. ഞങ്ങൾ അമ്മയുടെ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടിയുടെ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ കേക്കിൻ്റെ റെസിപ്പി ഞങ്ങളിടുന്ന അതായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് ചോക്ലേറ്റ് ചീസ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായും തന്നെ ഇവിടെ ഞങ്ങൾ ഈ മേരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ട്, 140 ഗ്രാം. നമുക്കിത് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞങ്ങളിപ്പോൾ മേരി ഗോൾഡ് ആയിരുന്നു ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങളത് യൂസ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് ഫ്രോസ്റ്റിംഗ് എടുത്തിട്ടുണ്ട്, ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങും. ഏത് ഫ്രോസ്റ്റിംഗ് എടുത്താലും പ്രശ്നമില്ല. നമുക്ക് ഒന്നുകൂടി ഗ്രൈൻഡ് ചെയ്യാം. അപ്പം നമ്മൾ കുറച്ചിട്ടു, എന്നിട്ട് അതായില്ല. അപ്പം നമ്മൾ കുറച്ചുകൂടി ഇടാൻ പോവാണ്. നമ്മൾ കുറച്ചും കൂടി ഉണ്ട്. ഇത്ര തന്നെ വേണ്ടി വരുള്ളൂ എന്ന് ഞങ്ങൾക്ക് തോന്നുന്നേ. അപ്പം എൻ്റെ ഊഹം തെറ്റിയില്ല, ആക്യുറേറ്റ് ആണ്. 3/8 കപ്സ് ആണ് ഞാൻ എടുത്തത്. എന്ന് പറയുമ്പോൾ ആക്യുറേറ്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് കപ്പ് അളവിൽ നോക്കാമെന്ന് വെച്ചാൽ ഒരു 1/4 കപ്പും അതേപോലെ തന്നെ ഒരു 1/8 കപ്പും അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺസും. എന്താ വെച്ചാൽ 1/8 കപ്പ് എല്ലായിടത്തും ഉണ്ടാവാറില്ല. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സാക്റ്റ് ആണ്. കണ്ടില്ലേ? ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊരു 7 ഇഞ്ച് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. 7 ഇഞ്ച് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇഞ്ച് കുറയും തോറും ഹൈറ്റ് കൂടും കേക്കിൻ്റെ. നമുക്ക് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു ലെയർ പോലെ ഇങ്ങനെ ഈവൻ ആയിട്ടൊരു ലെയർ ആക്കാം നമുക്കിത്. സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്കൊരു കപ്പ് എടുത്തിട്ട് അതുകൊണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫ്രീസറിലേക്ക് ഒരു 30 മിനിറ്റ് എടുത്ത് വയ്ക്കുക. അപ്പോഴേക്കും നമുക്ക് അടുത്ത ലെയർ ഉണ്ടാക്കാം. ആ സമയത്ത് നമുക്കൊരു 400 ഗ്രാം ക്രീം ചീസ് എടുക്കാം. സ്പ്രെഡബിൾ ക്രീം ചീസ് അല്ല, ഇങ്ങനെ ക്യൂബ്സ് ആയി കിട്ടുന്ന ക്രീം ചീസ്. ഇപ്പോൾ നമ്മളെല്ലാം എടുത്തിട്ടുണ്ട്, അതായത് 400 ഗ്രാം ക്രീം ചീസ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക, നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആണ് വരെ. നന്നായി ഫ്രോത്തി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, അത് റൂം ടെമ്പറേച്ചർ ക്രീം ചീസ് തന്നെ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് ഐസിങ് ഷുഗർ ചേർക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂണ് വാനില എസൻസ്. ഇനി നല്ല ക്രീമി ആണ് വരെ നമുക്ക് അടിക്കാം. ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്ലേവർ ചെയ്യാനുള്ള ചോക്ലേറ്റ് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ആ സമയത്ത് നമുക്കൊരു 230 ഗ്രാം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതൊരു നോർമൽ ചോക്ലേറ്റ് ആണ്, നോർമൽ മിൽക്ക് ചോക്ലേറ്റ്, കോമ്പൗണ്ട് മിൽക്ക് ചോക്ലേറ്റ് അല്ല, നോർമൽ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന നോർമൽ ചോക്ലേറ്റ്.
ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഡബിൾ ബോയിൽ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് മൈക്രോവേവിൻ്റെ സഹായം ഉപയോഗിക്കാം. നന്നായി മെൽറ്റ് ചെയ്തെടുക്കാം. മിഠായി മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ക്രീം ചീസിൻ്റെ മിക്സ്ചർ 3 നമുക്ക് മാറ്റാം. നമ്മളിത് 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗം നമുക്ക് അങ്ങനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1/8 കപ്പ് മെൽറ്റഡ് ചോക്ലേറ്റ് ആഡ് ചെയ്യാം. ഇനി നമുക്കത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ഈ ചോക്ലേറ്റ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മൾ 3 നേരത്തെ ഉണ്ടാക്കിയ ക്രീം ചീസിൻ്റെ മിക്സ്ചേഴ്സ് നമ്മൾ 3 ഫ്രിഡ്ജിൽ കുറച്ച് നേരത്തിന് വെച്ചു. ആ സമയത്ത് ഞങ്ങൾ ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, കാണാലോ. ഇനി ഈ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ നേരത്തെ ഇപ്പം നമ്മൾ കാണിച്ചില്ലേ ഈ ക്രീമും ഈ വിപ്പിംഗ് ക്രീം 3ലേക്കും ഈക്വലായിട്ട് ഇട്ട് കൊടുക്കാം. അതായത് 1/2 കപ്പ് ഈച്ച്. പക്ഷെ നമ്മളത് വിപ്പ് ചെയ്ത് കഴിയുമ്പോൾ കൂടിയുണ്ടാവും. നമ്മൾ 3ലേക്ക് ഈക്വലായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് 3 നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇനി ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് നന്നായി ഇത് വിപ്പ് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മളുടെ രണ്ടാമത്തെ ലെയർ ക്രീം ചീസ് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഫ്രീസറിൽ വെച്ച ബിസ്ക്കറ്റിൻ്റെ ലെയറിൻ്റെ മുകളിൽ ഇത് ഈവൺ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഈവൺ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾ കുട്ടികളായ കാരണം ഞങ്ങൾക്കത് ഈവണായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇപ്പം നമ്മൾ നന്നായി ഈവൻലി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. എത്ര നേരം ഒന്നും പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഓവനായിട്ട് വെക്കണം, അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് സെറ്റാണ് വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ലെയർ ഈ മിക്സറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ലെയറും റെഡി ആയിട്ടുണ്ട്. ഈ ലെയർ നന്നായി സെറ്റായിട്ട് നമ്മളൊരു 1.5 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അല്ല ഫ്രിഡ്ജിൽ, സോറി. ഇത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ലെയർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയറും നന്നായിട്ട് ഈവനായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതും ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവയ്ക്കാം, ഫ്രിഡ്ജിലെ അത് സെറ്റാവണ വരെ. നമുക്ക് അടുത്ത ലെയർ ചെയ്യാം. നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം 3ാമത്തെ ലെയറും ശരിയാക്കിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതും കൂടി ആ പാനിലേക്ക് ഇടാം. എന്താ വെച്ചാൽ നമ്മൾ ആദ്യത്തെ 2 ലെയർ നന്നായി സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇതും ഇടാം. ലെയറായി നമുക്ക് ഇതും കൂടി ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കാം. ഇനി അവസാനത്തെ ലെയറിന് വേണ്ടി നമ്മൾക്ക് മിക്സറിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് വിപ്പ് ചെയ്തെടുക്കാം. അവസാനത്തെ ലെയറിന് വേണ്ടി ഞങ്ങൾ ഇതിലേക്ക് ബ്ലൂ കളർ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചു. ഞങ്ങൾ എന്നിട്ട് ഈ ഡിസൈൻ സ്പൂൺ കൊണ്ട് നടുക്കുന്ന ഇങ്ങനെ ചെയ്തു. അത് നിങ്ങൾക്ക് എന്ത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം. ഞങ്ങൾ ഈ ഓഷ്യൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തത്. പിന്നെ ഞങ്ങൾ കുറച്ച് പേൾസ് പോലത്തെ ഞങ്ങൾക്ക് കുറച്ച് ഷുഗർ ബോൾസ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ അവിടെ ഇവിടെ ഇട്ടു. ഇപ്പം ഞങ്ങളിവിടെ ഫോണ്ടൻ്റ് കൊണ്ട് മെർമെയ്ഡിൻ്റെ വാലും പിന്നെ അതുപോലെ തന്നെ കുറേ ഷെൽസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ സ്റ്റാർ ഫിഷിനെ വെക്കുന്നുണ്ട്. നിങ്ങളുടെ തീമിനനുസരിച്ച് നിങ്ങൾക്കിത് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഈ ചോക്ലേറ്റ് ചീസ് കേക്ക് ഉണ്ടാക്കിയത്. തീം മാറ്റിയിട്ട് നിങ്ങൾക്കിത് പല തീമിലും ഉണ്ടാക്കാം. ഈ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിൽ എല്ലാ ലെയറുകളൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇത്തിരി സ്ലാൻഡിങ് ആയിരുന്നു ഞങ്ങൾ ഉണ്ടാക്കിയ കാരണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്